നമുക്ക് ടിമ്പർ ബീമിൻ്റെ ഡിസൈൻ്റെ വേറൊരു പ്രോബ്ലം നോക്കി നോക്കാം. പ്രോബ്ലം ഇതാണ്: ഡിസൈൻ എ ബീം ഓഫ് ക്ലിയർ സ്പാൻ 4 meter at spacing of 2 meter center to center in a roof for a residential building. The bearing at each end is 215 mm. The dead load of roof covering is 1.5 kN per meter square and live load is 3 kN per meter square. Assume that deodor wood is used. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് നമുക്ക് ഇതാണ് നമ്മുടെ ടിമ്പർ ബീം. ആ ടിമ്പർ ബീമിൻ്റെ ക്ലിയർ സ്പാൻ പറഞ്ഞാൽ അതിൻ്റെ ഇന്നർ ടു ഇന്നർ ലെങ്ത്ത്, അതായത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ലെങ്ത്താണ് ക്ലിയർ സ്പാൻ. അതാണ് നമുക്കിവിടെ 4 meter എന്ന് വന്നിട്ടുള്ളത്. പിന്നെ ആ ബീംസ് അറേഞ്ച് ചെയ്തിട്ടുള്ള സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്ത് 2 meter ആണ്. 2 meter, അതായത് ഇതിൻ്റെ ടോപ്പ് വ്യൂവിൽ നമുക്ക് നോക്കിയാൽ ടോപ്പ് വ്യൂന്ന് ഇതിൻ്റെ സെൻറ്ററിലേക്കുള്ള ലെങ്ത്ത് അതാണ് 2 meter. ഈ ലെങ്ത്താണ് 2 meter. പിന്നെ നമുക്ക് ബിയറിംഗ് ലെങ്ത്ത് 215 mm തന്നിട്ടുണ്ട്. ബിയറിംഗ് ലെങ്ത്ത് പറഞ്ഞാൽ കണ്ട ഇവിടെ ബിയർ ചെയ്തിട്ടുള്ള ഈ ലെങ്ത്ത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക്, അതായത് ഈ ടിമ്പർ ബീം വോളുമായിട്ട് എത്ര ലെങ്ത്ത് ബിയർ ചെയ്തിട്ടുണ്ടോ ആ ലെങ്ത്താണ് ബിയറിംഗ് ലെങ്ത്ത്. അത് ഇവിടെ 215 mm ആണ്. പിന്നെ ആ ബീമിലേക്ക് വരുന്ന ഡെഡ് ലോഡ് 1.5 kN per meter square, ലൈവ് ലോഡ് 3 kN per meter square. പിന്നെ വുഡ് ഏതാണ് യൂസ് ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ ഡിയോഡർ വുഡാണ്. ഇത്രയാണ് തന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ തന്നിട്ടുള്ള ലൈവ് ലോഡ് 3 kN per meter square. അപ്പോൾ ഇത് യു ഡി എൽ ലോഡാണ്. 3 kilo ഏരിയൽ ലോഡ് 3 kN per meter square. അപ്പോൾ അതിനെ യു ഡി എൽ ലോഡായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതിന് നമ്മൾ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് ഇല്ലേ, ബീം അറേഞ്ച് ചെയ്തിട്ടുള്ളത് 2 meter കൂടെ തന്നിട്ടുള്ളത്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 × 2 = 6 kN per meter എന്ന് കിട്ടും. ഡെഡ് ലോഡ് 1.5 kN per meter square. അതിന് യു ഡിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1.5 × 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 kN per meter എന്ന് കിട്ടും. പിന്നെ നമ്മൾ സെൽഫ് വെയ്റ്റ് ഓഫ് ബീം, നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന ബീമിൻ്റെ സെൽഫ് വെയ്റ്റ് എത്രയെന്ന് കണ്ടുപിടിക്കണം. അതിനാദ്യം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബീമിൻ്റെ ക്രോസ് സെക്ഷൻ നമ്മൾ അസ്യൂം ചെയ്യണം. അതായത് 100 mm 200 mm വിഡ്ത്തും ഹൈറ്റുള്ള ഒരു ക്രോസ് സെക്ഷൻ അസ്യൂം ചെയ്യുക. അത് വെച്ചിട്ട് അതിൻ്റെ വെയിറ്റാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മൾ കോൺക്രീറ്റിൻ്റെ 25 BD അങ്ങനെ വെയിറ്റ് കണ്ടുപിടിക്കുന്ന പോലെ ഇവിടെ നമുക്ക് ഡെൻസിറ്റി ഇൻറ്റു ഈ ടിമ്പറിൻ്റെ വിഡ്ത്തും ഡെപ്തും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിൻ്റെയും വെയിറ്റ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഡെൻസിറ്റി നമുക്ക് കോഡിൽ നിന്ന് കിട്ടും. ഡെൻസിറ്റി ഓഫ് ഡിയോഡർ വുഡ് നമുക്ക് 557 kilogram per meter cube എന്ന് കിട്ടും. അത് പേജ് 6 കണ്ട, പേജ് 6 കണ്ട ഡിയോഡർ വുഡ് 557, ആവറേജ് യൂണിറ്റ് മാസ് ഈ കള്ളി കണ്ടില്ലേ, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇതാണ് ഡെൻസിറ്റി 557. ഇതാണ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലാണ് നമുക്ക് യൂണിറ്റ് കിട്ടുന്നത്. അതിൻ്റെ ആൻസർ 557 kilogram per meter cube. അതിന് നമ്മൾ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 9.81 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 5464.17 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ നമുക്ക് ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിലാണ് കിട്ടിയത്. അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിൽ കിട്ടും. ഇപ്പോൾ കിട്ടിയ ഡെൻസിറ്റിയെ നമ്മൾ അതിൻ്റെ വിഡ്ത്തും ഡെപ്തും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് ഇവിടെ 100 mm ആണ്, അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.1 എന്ന് കിട്ടും. 200 mm അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.2 കിട്ടും. അപ്പോൾ അത് മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സെൽഫ് വെയിറ്റ് കിട്ടും. അപ്പോൾ 3 ലോഡ് നമുക്ക് കിട്ടി: ലൈവ് ലോഡ്, ഡെഡ് ലോഡ്, സെൽഫ് വെയിറ്റ്. അപ്പോൾ നമുക്ക് ടോട്ടൽ യു ഡി എൽ ലോഡ് കിട്ടണമെങ്കിൽ ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 9.109 kN per meter എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ WL²/8. ആദ്യത്തെ W നമ്മൾ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, 9.109 kN per meter. ഇതിൽ L എന്ന് പറഞ്ഞാൽ സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്ത്. സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്ത് പറഞ്ഞാൽ ഇതിൻ്റെ ഈ സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ സെൻറ്ററിലേക്ക് അത്രയാണ് ലെങ്ത്ത് വരിക. ഈ ബ്ലാക്ക് വരയിൽ കാണിച്ചിട്ടില്ലേ, അതാണ് സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്ത്. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ലെങ്ത്ത്
അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഇന്നർ ടു ഇന്നർ ലെങ്ത് എത്രയാണെന്ന് അറിയാം. അത് 4 മീറ്റർ ആണെന്ന് നമുക്കറിയാം. പിന്നെ ഇവിടെ ബിയറിംഗ് എത്രയാണെന്ന് അറിയാം, 215 mm. അപ്പോൾ ഇവിടുത്തെ 215 mm പകുതി, പിന്നെ ഇവിടുത്തെ ഇന്നർ ലെങ്ത് 4 മീറ്റർ, പിന്നെ ഇവിടുത്തെ 250 mm പകുതി. അങ്ങനെയാണ് നമുക്കിവിടെ 4.25 മീറ്ററിന് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കിട്ടുന്നത്, അതായത് എഫക്റ്റീവ് സ്പാൻ. അപ്പോൾ ആ ലെങ്ത്താണ് നമ്മളിവിടെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് ഇട്ട് കൊടുത്താൽ ബെൻഡിങ് മൊമെൻറ്റ് കിട്ടും. ഇപ്പോൾ 20.566 kN മീറ്ററിന് ബെൻഡിങ് മൊമെൻറ്റ് കിട്ടും. അടുത്ത് നമ്മൾ സെക്ഷൻ മോഡുലസ് കാൽക്കുലേഷൻ. അതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ മൊമെൻറ്റ് ഡിവൈഡഡ് ബൈ സ്ട്രെസ്. അപ്പോൾ ആ ഇക്വേഷൻ എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ ഈ ബെൻഡിങ് ഇക്വേഷൻ ഉണ്ട്, M/I = F/y. ആ ഇക്വേഷൻ നമ്മൾ നിന്ന് ഈ എഫും ഐയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവുക. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അതാണ് സെക്ഷൻ മോഡുലസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. രണ്ട് ഇക്വേഷൻ്റെ Z M/F അല്ലെങ്കിൽ Z I/y. ആദ്യത്തെ എം നമ്മൾ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, ബെൻഡിങ് മൊമെൻറ്റ് 20.566 kN. സ്ട്രെസ് നമുക്ക് 10.2 Nm/mm² നമുക്ക് ഡിയോഡർ വുഡിൻ്റെ ടേബിളിൽ നിന്ന് കിട്ടും. ഡിയോഡർ വുഡിൻ്റെ അല്ല, നമുക്ക് ടേബിളിൽ നിന്ന് ഡിയോഡർ വുഡിന് കറസ്പോണ്ടിങ് നോക്കിയാൽ പെർമിസിബിൾ ബെൻഡിങ് സ്ട്രെസ് ഫോർ ഇൻസൈഡ് ലൊക്കേഷൻ. അപ്പോൾ നമുക്ക് 10.2 Nm/mm² കിട്ടും. കണ്ട 10.2 Nm/mm². ബെൻഡിങ്ങിൽ നമ്മൾ ഇൻസൈഡ് ലൊക്കേഷനാണ് പരിഗണിക്കുന്നത്. ബെൻഡിങ് ആൻഡ് ടെൻഷൻ അലോങ് ഗ്രെയിൻ എക്സ്ട്രീം ഫൈബർ സ്ട്രെസ് 10.2 Nm/mm². അതാണ് നമ്മളിവിടെ പരിഗണിക്കുന്നത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 10.2 Nm/mm² ഫോർ ഇൻസൈഡ് ലൊക്കേഷൻ. അപ്പോൾ ആ വാല്യൂ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സെഡ് റിക്വയർഡ് നമുക്ക് കിട്ടും mm³ യൂണിറ്റിൽ. ഇവിടെ നമ്മൾ 10⁻⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുള്ളത്. ഇവിടെ കിട്ടിയ ബെൻഡിങ് മൊമെൻറ്റ് kN/m. അപ്പോൾ അതിന് ന്യൂട്ടൺ mm കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 10⁻⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുള്ളത്. പിന്നെ നമ്മൾ ഡൈമെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഡൈമെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് D/B റേഷ്യോ രണ്ട് വാല്യൂ അറിയണം, കാരണം ഡിയും ബിയും അറിയണം. അപ്പോൾ D/B റേഷ്യോ നമ്മൾ അസ്യൂം ചെയ്യുക, അത് 3 വരെ അസ്യൂം ചെയ്യാൻ പറ്റും. കണ്ട, ദി ഡെപ്ത് ഓഫ് beam or any flexure on member shall not be taken more than 3 times of its width without lateral stiffening. അപ്പോൾ 3 ടൈംസ് കൂടാൻ പാടില്ല, 3 വരെ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അപ്പോൾ D/B റേഷ്യോ നമ്മൾ 2 അല്ലെങ്കിൽ 2.5 ഒക്കെ അസ്യൂം ചെയ്യാം. ഇവിടെ 2 എന്ന് അസ്യൂം ചെയ്തു. D = 2b എന്ന് കിട്ടി. ഇവിടെ നമുക്ക് സെക്ഷൻ മോഡുലസിൻ്റെ വേറൊരു ഇക്വേഷൻ ഉണ്ട്, I/y. സെക്ഷൻ മോഡുലസ് Z = I/y. അപ്പോൾ നമ്മൾ റെക്ടാങ്കുലർ സെക്ഷൻ്റെ ഐയുടെ ഇക്വേഷൻ പറഞ്ഞാൽ BDQ/12, y പറഞ്ഞാൽ D/2. അതായത് I പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ BDQ/12, y പറഞ്ഞാൽ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് എക്സ്ട്രീം എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് D/2. അപ്പോൾ ഇത് രണ്ടും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സെക്ഷൻ മോഡുലസ് BD²/6 എന്ന് കിട്ടും. അപ്പോൾ ആ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, BD²/6 Z = ആ ഡിയുടെ അവിടെ നമുക്ക് 2b എന്ന് കിട്ടും. ആ 2b നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4BQ/6 കിട്ടും. അപ്പോൾ നമുക്ക് സെഡിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി മുന്നേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, എത്ര നമുക്ക് സെഡ് റിക്വയർഡ് ആവശ്യമുള്ളതെന്ന്. അപ്പോൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആകെ ഒരു അൺനോൺ വാല്യൂ ആകെ ഒരെണ്ണമല്ലോ, ബി മാത്രം. അപ്പോൾ ബി നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ആ ബീനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 12 അസ്യൂം ചെയ്ത്, അപ്പോൾ ഡിയും കിട്ടും. പിന്നെ ഇവിടെ ഒരു ചെക്ക് ഉണ്ട്, അത് ഈ ബി 15 ഗ്രേറ്റർ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ 1/15 സ്പാൻ. അത് നമ്മുടെ ഈ കോഡിൽ തന്നെ പറയുന്നുണ്ട്. കണ്ട, minimum width of the beam or any flexural member shall not be less than 15 mm or 1/15 of the span, whichever is greater. അപ്പോൾ മിനിമം അത്രയെങ്കിലും വേണമെന്ന്. അപ്പോൾ ഇത് 50 വലുതാണ്. പിന്നെ 1/15 സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എഫക്റ്റീവ് സ്പാന് 4250, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 85 കിട്ടും. ഈ രണ്ട് വാല്യൂ ഒക്കെ വലുതാണ് നമ്മുടെ വാല്യൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അടുത്ത് നമ്മൾ ചെക്ക് ഫോർ ഷിയർ. ആദ്യം നമ്മൾ പെർമിസിബിൾ ഷിയർ സ്ട്രെസ് കറസ്പോണ്ടിങ് ഹൊറിസോണ്ടൽ 0.7 Nm/mm², അത് നമുക്ക് ടേബിൾ 1 നിന്ന് കിട്ടും. കണ്ട, 0.7 ഡിയോഡർ വുഡ് ഷിയർ ഹൊറിസോണ്ടൽ കറസ്പോണ്ടിങ് ഹൊറിസോണ്ടൽ ടു. അപ്പോൾ നമുക്ക് 0.7 Nm/mm² എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് V = W × L/2 - D. W നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 9.109 kN/m. L സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എഫക്റ്റീവ് സ്പാൻ 4.25 മീറ്റർ. പിന്നെ ഡി പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് എത്രയാണ്, ഈ സ്മോൾ ഡിയും ഇവിടുത്തെ ക്യാപിറ്റൽ ഡി രണ്ട് സെയിം തന്നെയാണ്. അപ്പോൾ അത് നോക്കി ശ്രദ്ധിച്ചാൽ മതി. 300 mm, അതായത് 0.3 മീറ്റർ. 300 / 1000 ചെയ്താൽ നമുക്ക് 0.3 മീറ്റർ എന്ന് കിട്ടും.
അപ്പോൾ ഈ 3 വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വെർട്ടിക്കൽ ഷിയർ സ്ട്രെസ് എന്ന് കിട്ടും. വെർട്ടിക്കൽ ഷിയർ ഫോഴ്സ് കിട്ടുക നമുക്ക് ആദ്യം. വെർട്ടിക്കൽ ഷിയർ ഫോഴ്സ് നമുക്ക് V is equal to 16.624 കിലോ ന്യൂട്ടൺ കിട്ടും. അപ്പോൾ അതിന് നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ന്യൂട്ടണിക്ക് ആൻസർ കിട്ടും. പിന്നെ മാക്സിമം ഹൊറിസോണ്ടൽ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ പേജ് 12 ഇക്വേഷൻ ഉണ്ട്. ടോ മാക്സിമം is equal to 1.5 V divided by BD. അതിൽ V നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട് ന്യൂട്ടണിൽ. പിന്നെ ബിയും ഡിയും നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച അതേ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ വിയും ബിയും ഡിയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഹൊറിസോണ്ടൽ ഷിയർ സ്ട്രെസ് ടോ മാക്സിമം എത്രയെന്ന് കിട്ടും? 0.554 ന്യൂട്ടൺ പെർ mm സ്ക്വയർ കിട്ടും. ഇതാണ് മാക്സിമം ഹൊറിസോണ്ടൽ ഷിയർ സ്ട്രെസ് വരുന്നത്. നമുക്ക് പെർമിസിബിൾ നമുക്ക് കൊടുക്കാൻ വരാവുന്ന ഏറ്റവും വലിയ എമൗണ്ട് പറഞ്ഞാൽ 0.7 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. പെർമിസിബിൾ ഷിയർ സ്ട്രെസ് അത് നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടണം. അപ്പോൾ അതിനൊക്കെ ചെറിയ വാല്യൂ ആണെന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് കിട്ടിയത് 0.554 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. അത് 0.7 ന്യൂട്ടൺ പെർ mm സ്ക്വയറിനൊക്കെ ചെറുതാണ്. അതുകൊണ്ട് ഷിയറിൽ സേഫാണ്. ചെക്ക് ഫോർ ബിയറിങ്, അതാണ് അടുത്ത സ്റ്റെപ്പ്. അതായത് ബിയറിങ് ഏരിയ പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ബീം ഇൻറ്റു ബിയറിങ് ലെങ്ത്ത്. ബിയറിങ് ഏരിയ പറഞ്ഞാൽ ഈ ഏരിയ ഇത് തമ്മിൽ രണ്ടും കൂടി ടച്ച് ആവണ ഏരിയ, അതായത് ഈ ബീമും ഈ വാളും ടച്ച് ആവണ ഏരിയ, അതായത് ഇതിൻ്റെ ഈ ബീമിൻ്റെ വിഡ്ത്തും അതേപോലെ ബിയറിങ് ലെങ്ത്തും ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയാണ്. ഇതൊരു വശവും അതേപോലെ ഇതൊരു വശമായിട്ടുള്ള ഈ ടച്ച് ആവണ ഏരിയ, ഇങ്ങനത്തെ ടച്ച് ആവണ ഈ ഏരിയയാണ് നമുക്ക് വേണ്ടത്. അത് കണ്ടുപിടിക്കാൻ ആ വിഡ്ത്ത് ഓഫ് ബീമും ബിയറിങ് ലെങ്ത്തും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഏരിയ കിട്ടും. പിന്നെ എൻഡ് റിയാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് WL/2. W നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. L എഫക്റ്റീവ് സ്പാൻ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 19.35 കിലോ ന്യൂട്ടൺ. ബിയറിങ് സ്ട്രെസ് ഡെവലപ്ഡ് പറഞ്ഞാൽ നമുക്ക് ഇപ്പം കിട്ടിയ എൻഡ് റിയാക്ഷനെ നമ്മൾ ബിയറിങ് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ എൻഡ് റിയാക്ഷൻ കിലോ ന്യൂട്ടനാണ്. അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂട്ടണിക്ക് കിട്ടും. അത് ഡിവൈഡഡ് ബൈ ബിയറിങ് ഏരിയ ചെയ്താൽ നമുക്ക് എത്രയാണ് ബിയറിങ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യണമെന്ന് നമുക്ക് ന്യൂട്ടൺ പെർ mm സ്ക്വയറിൽ നിന്ന് കിട്ടും. പിന്നെ നമ്മളിവിടെ ചെക്ക് ചെയ്യണം എത്രയാണ് പെർമിസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പെർമിസിബിൾ ബിയറിങ് സ്ട്രെസ്, പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ്, നോർമൽ ടു ഗ്രെയിൻ. അതായത് ഇവിടെ ടിമ്പറിൻ്റെ അറേഞ്ച്മെൻറ്റ് ഈ ഡയറക്ഷനിലാണ്. അതിന് പെർപ്പൻഡിക്കുലറായിട്ടാണ് ഇവിടെ കംപ്രഷൻ നടക്കുന്നത്. അതായത് ടിമ്പറിൽ നാരുകൾ ഉണ്ടാവില്ലേ, അത് അറേഞ്ച് ചെയ്തുള്ള ഈ ഹൊറിസോണ്ടൽ ഇങ്ങനെ ഡയറക്ഷനാണ്. അപ്പോൾ അതിന് പെർപ്പൻഡിക്കുലറായിട്ടാണ് ഇവിടെ കംപ്രഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ പെർമിസിബിൾ ബിയറിങ് സ്ട്രെസ് നമ്മൾ പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് നോർമൽ ടു ഗ്രെയിൻ, അതായത് പെർപ്പൻഡിക്കുലറായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ വാല്യൂ നമുക്ക് 2.7 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് കിട്ടും. ഇൻസൈഡ് ലൊക്കേഷൻ അതിവിടെ ഉണ്ട് 2.7. കണ്ട കംപ്രഷൻ പെർപെൻഡിക്കുലർ ടു ഗ്രെയിൻ ഇൻസൈഡ് ലൊക്കേഷൻ 2.7 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടിയ ഇവിടെ വാല്യൂ 2.7 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. ഏറ്റവും മാക്സിമം ആകാൻ പാടുള്ളൂ. നമുക്ക് കിട്ടിയത് അതിന് ചെറിയ വാല്യൂ 0.516. അതുകൊണ്ട് നമ്മുടെ സേഫാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ. അതിൻ്റെ ഇക്വേഷനാണ് ഡെൽറ്റ മാക്സിമം is equal to 5/384 WL/4 divided by EI. LW പറഞ്ഞ 9.109 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പോൾ ഇതിനെ ന്യൂട്ടൺ പെർ mmക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ സെയിം വാല്യൂന് കിട്ടുക. കാരണം മേലും 1000 താഴെ 1000 വെട്ടി പോയിട്ട് സെയിം യൂണിറ്റിൽ തന്നെ ന്യൂട്ടൺ പെർ mm നിന്ന് കിട്ടും. അതായത് 9.109 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ തന്നെയാണ് 9.109 ന്യൂട്ടൺ mmക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വാല്യൂല് വ്യത്യാസം വരില്ല. L 4.25 മീറ്റർ, അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ mmക്ക് കിട്ടും. പിന്നെ ഈ 94.8 × 10 സ്ക്വയർ ന്യൂട്ടൺ പെർ mm സ്ക്വയർ അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. കണ്ട 94.8. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ന്യൂട്ടൺ പെർ mm സ്ക്വയറിൽ ശരിക്കുള്ള വാല്യൂ കിട്ടണമെങ്കിൽ എക്സ്ട്രാ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ശരിക്കും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 94.8 × 10 സ്ക്വയർ ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് കിട്ടും. പിന്നെ ഇവിടെ I കണ്ടുപിടിക്കണമെങ്കിൽ BDQ/12 ബിയും ഡി നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ I കിട്ടും. എല്ലാ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡെൽറ്റ മാക്സിമം എന്ന് കിട്ടും. പിന്നെ ഡെൽറ്റ പെർമിസിബിൾ 1/316 × സ്പാൻ, അതായത് 1/316 × 4250. ഈ 1/360 കിട്ടുന്നത് 1/360 കിട്ടുന്നത് ഇവിടെ നിന്നാണ്. ആ 7.5.9 1/360 അല്ലെങ്കിൽ 1/214 ഇതിലേത് വേണം എടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ നമുക്ക് 11.8 mm ആണ്.
ഡെൽറ്റ പെർമിസിബിൾ നമുക്ക് വന്നത് 12 അപ്പോൾ നമുക്ക് മാക്സിമം 11.8 അതായത് 11.8 വരാൻ പാടുള്ളൂ. നമുക്ക് വന്നത് ഡെൽറ്റ മാക്സിമം 12.094 mm ആണ്. അപ്പോൾ നമുക്ക് ഇതൊന്നുകൂടിയും റീഡിസൈൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്രോസ് സെക്ഷൻ മാറ്റുക. അതായത് ഇപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തത് 150ക്കും 300-നുമാണ്. ഇപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തത് 150 300-നുമാണ്. അപ്പോൾ അത് മാറ്റിയതിന് ശേഷം 150ക്ക് പകരം 200 കൊടുക്കുക, 300-ന് പകരം 350 കൊടുക്കുക. എന്നിട്ട് ഈ ഐ വാല്യൂ മാത്രം സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. I = BDQ/12 സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് ഡെൽറ്റ മാക്സിമത്തിൻ്റെ അവിടെ ആ വാല്യൂ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വീണ്ടും ഡെൽറ്റ മാക്സിമം കണ്ടുപിടിക്കുക. ഇപ്പോൾ വരുന്നത് 5.71 ആണ്. അപ്പോൾ ഡെൽറ്റ പെർമിസിബിൾ 11.8-നേക്കാൾ ചെറുതാണ് ഈ 5.71. അതുകൊണ്ട് സേഫാണ്. ഇത്രയല്ലോ ഈ പ്രോബ്ലം.